ചെയ്തിരിക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ രാവിലെ മുതൽ CPM കേന്ദ്രങ്ങളുടെ മന്ത്രിയുടെയൊക്കെ വിശദീകരണം വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ കേവലം ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ, മന്ത്രി വിചാരിച്ചാൽ പോലും നടക്കാത്ത ഒരു കാര്യത്തിൽ എങ്ങനെ ഇങ്ങനെ ഒരു നീക്കം സംഭവിച്ചു എന്നുള്ളത്, അത് ഒരു തരത്തിൽ ആ വിശദീകരണത്തിനപ്പുറത്ത് പാർട്ടിക്ക് അല്ലെങ്കിൽ സർക്കാരിനൊന്നും പറയാനില്ല. പക്ഷെ നമുക്ക് അങ്ങനെ അതങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ റെജി ലൂക്കോസ്? കേവലം ഒരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ ഇത്ര പ്രമാദമായ ഒരു കേസ് സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPM-നെയൊക്കെ വർഷങ്ങളായി മുൾമുനയിൽ നിർത്തുന്ന, വല്ലാത്ത തോതിൽ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് പോലും കാരണമായ ഒരു കേസിൽ ഇങ്ങനെ 3 കൊടും ക്രിമിനലുകൾക്ക് ഇത്തരത്തിലുള്ള ഇളവ് അനുവദിക്കാനൊരു നീക്കം പോലും പ്രാഥമിക തലത്തിൽ നടക്കുക എന്നുള്ളത് കേവലം ഒരു ഉദ്യോഗസ്ഥന്റെ മാത്രം പിടിപ്പുകേടായി വ്യാഖ്യാനിക്കാൻ പറ്റുമോ? രഞ്ജിത്ത്, CPM തേജോവധത്തിന്റെ പരമ്പരയിലെ അവസാനത്തെ ചീറ്റിപ്പോയ ഒരു വാർത്തയാണ് ഇന്നിപ്പം രാവിലെ 10 മണിയോടുകൂടി ഒരു മാധ്യമവും മറ്റു മാധ്യമങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു ബോംബ് സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഈ CPM മതം ആഘോഷിച്ചത്. പക്ഷെ നിർഭാഗ്യവശാല് ആ തിരക്കഥ എഴുതിയ പഠിപ്പിച്ച ആളുടെ വായിൽ നിന്ന് പറഞ്ഞ മണ്ടത്തരങ്ങൾ കൊണ്ട് തന്നെ ചീറ്റിപ്പോയി. ഇന്നിപ്പോ 2 ബോംബ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ആ 2 ബോംബ് കണ്ടുപിടിച്ചതിനെ കുറിച്ച് കാര്യമായ ഇതിൽ വാർത്തകൾ ഇടുന്നില്ല. കാരണം എന്തുകൊണ്ടാ? അത് RSSന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് ആ സ്റ്റീൽ ബോംബ് കണ്ടുപിടിച്ചത്. അല്ലായിരുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ CPM-ന്റെ തലയിൽ വെച്ച് നിങ്ങളിത് ആഘോഷിച്ചേനെ. ഇപ്പോൾ ബഹുമാനപ്പെട്ട KK രമ MLA-യുടെ വായിൽ നിന്ന് തന്നെ ഒരു വൈരുദ്ധ്യം പുറത്തു വന്നു. എന്താ പറഞ്ഞേ? തന്നോട് അവർ അന്വേഷിച്ചിരുന്നു, തന്നെ ബന്ധപ്പെട്ടിരുന്നു, അപ്പോൾ താൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് വീട്ടിൽ വന്ന് ഇന്ന് ബന്ധപ്പെടാന്നാ പറഞ്ഞത്. അത് കൂടാണ്ട് തന്നെ തന്റെ അയൽവാസികളായ വീട്ടുകാരുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ പറയുന്ന 3 പ്രതികളെ മോചിപ്പിക്കുന്നതുമായിട്ട് അഭിപ്രായം ചോദിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചുവെങ്കിൽ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട KK രമ MLA ഇന്ന് ഈ വാർത്തകൾ വരുന്നതിന് മുമ്പ് അങ്ങനെ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയില്ല? തന്റെ അടുത്ത് ഇങ്ങനെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പേരെ ഇളവ് ശിക്ഷ നൽകാൻ വേണ്ടിയിട്ട് അതിന്റെ അഭിപ്രായം ചോദിച്ച് പോലീസ് വിളിച്ചു വന്നു. തന്റെ അയൽവാസികളെ അവർ സമീപിച്ചില്ല. അവര് പോലീസിന്റെ സാധാരണ രീതിയിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി മാത്രമാണ് അവർ ആദ്യഘട്ടത്തിൽ കരുതുന്നത്. നമ്മൾ സംസാരിച്ചാണ് അവർ. അല്ലാതെ ഇളവ് നൽകാനായി പോലീസിന് പറയാൻ പറ്റുമോ? ഇളവ് നൽകാനായി TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ഇളവ് നൽകാനായാണ് ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നത്, അതിന്റെ റിപ്പോർട്ട് തേടാനാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താ അവസ്ഥ എന്നറിയാമെന്നാണ്. ശ്രീജിത്ത്, ഞാൻ ന്യൂസ് 8-ന്റെ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന ഒരു ഗസ്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് പറ്റില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിശബ്ദനായിട്ടിരിക്കാം. ഞാൻ എന്തായാലും ബഹിഷ്കരിക്കുന്നൊന്നുമില്ല. അവര് പറഞ്ഞത് ഈ ലോകം മുഴുവൻ കേട്ടില്ലേ? ഇത് റെക്കോർഡറല്ലോ, ഇത് ലൈവായിട്ടല്ലേ ഇത് ഈ സംപ്രേഷണം പൊക്കോണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട KK രമ MLA പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് റീവൈൻഡ് ചെയ്ത് കേൾപ്പിക്കാം. അവര് പറഞ്ഞതിനകത്താണ് പറഞ്ഞതിന് തന്നെ അതിന്റെ പച്ച നുണ ഒളിഞ്ഞിരിപ്പുണ്ട്. അവര് പറഞ്ഞതെന്താ? ഇത് ഈ വിവരം എന്നോട് അന്വേഷിച്ചിരുന്നു, എന്റെ അയൽവാസികളോട് അന്വേഷിച്ചിരുന്നു, എന്നെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ വരാൻ കാത്തിരിക്കുന്നു, ഇന്ന് അവർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ. അതല്ലാതെ കൊണ്ട് എന്റെ അയൽവാസികളോടെല്ലാം വന്ന് ഇതിനെക്കുറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞത്. പിന്നെ അവരെന്താ ചോദിച്ചാൽ അവിടുത്തെ ഉത്സവത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ടാണോ ആ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ വീടുകളിൽ ചെന്നത്? എന്തൊക്കെയാ രഞ്ജിത്തെ ന്യായീകരണം പറയുന്നത്? അതിൽ നിന്ന് തന്നെ വെളിവായില്ലേ സ്വന്തം ഭർത്താവിന്റെ കൊലപാതകം, TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലെ പ്രതികളെ ശിക്ഷയിളവ് നൽകുന്ന കാര്യം, അവരുമായിട്ട് അവരുടെ അയൽവാസികളുമായിട്ട് ബന്ധപ്പെട്ടവരും ഈ വാർത്തകൾ വരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അവർ വെളിപ്പെടുത്തിയില്ല? എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? അവർ ഒറ്റ ചോദ്യത്തിനോട് തന്നെ ഇന്നത്തെ ഈ വാർത്തകളിലെ തട്ടിപ്പ് പുറത്തു വന്നില്ലേ? ഈ ഒറ്റ ചോദ്യത്തിനോട് അവർ തട്ടിപ്പ് എന്താണെന്ന് മനസ്സിലായി റെജി ലൂക്കോസ്? ഇങ്ങനെ നീക്കം ഉണ്ടായില്ല എന്നുള്ളതാണ് ഞാൻ പറയാം. ഞാൻ ചോദിക്കുന്ന സമയക്രമനുസരിച്ച് ചോദിക്കും. ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. ആളുകൾക്ക് മുഴുവൻ മനസ്സിലായി നിങ്ങളുടെ അജണ്ട എന്നാന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ജയിലിൽ നിന്നും ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു പ്രതിക്ക് പ്രതിക്ക് ജയിൽ ശിക്ഷ ഇളവ് നൽകുന്നതിന് ചില പ്രൊസീജിയറും ചില നിയമങ്ങളും ഉണ്ട്. അത് രഞ്ജിത്തിന് എന്നേക്കാൾ അറിയാലോ. എന്തൊക്കെയാ? ഒന്ന് കേരളത്തിന്റെ ഹൈക്കോടതി ഈ പ്രതികളെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത് 20 വർഷക്കാലത്തേക്ക് അവർക്ക് ശിക്ഷാളവ് പോലും നൽകാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് മറികടക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അല്ലെങ്കിൽ സുപ്രീം കോടതി പറയണം പറ്റത്തില്ല. 2, ജയിൽ ഉപദേശ സമിതി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഇതുണ്ട് ഉപദേശ സമിതി. അതിൽ ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജി പോലും അംഗമാണ്. അവരുൾപ്പെടുന്ന ഒരു സമിതി കാലങ്ങളായിട്ട് തന്നെ ഈ ജയിലിലെ നടപടിപ്പൊക്കെ പരിശോധിച്ച് കുറെ ആളുകളെ ആ ലിസ്റ്റിൽപ്പെടുത്തി ജയിൽ സൂപ്രണ്ടിന് നൽകും. ജയിൽ സൂപ്രണ്ടിന്റെ പണി എന്നാ? അദ്ദേഹം അത് സർക്കാരിന് സമർപ്പിക്കും. സർക്കാർ തിരിച്ച് പോലീസിലേക്ക് അറിയിക്കും ഇവർക്ക് അത് കൊടുക്കാൻ യോഗ്യതയുള്ളവരാണെന്ന്. പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗവർണർക്ക് സബ്മിറ്റ് ചെയ്യും. ഗവർണർക്ക് വേണം സ്വീകരിക്കാൻ, തള്ളാം. ഈ പ്രൊസീജിയേഴ്സ് ഒന്നും അറിയാത്തവരാണ് നിങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകർ. നമ്മൾ ഈ സംസാരിക്കാൻ ചർച്ച ചെയ്യുന്നതും എന്റെ കയ്യിലിരിക്കുന്ന ഈ പേപ്പറിന്റെ ഈ കടലാസിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ജയിൽ സൂപ്രണ്ട് നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ചൊരു കത്താണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ പറയാം.
ബഹു സർക്കാർ ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്ന മാനദണ്ഡപ്രകാരം തടവുകാർക്ക് സ്പെഷ്യൽ റെമിഷൻ അനുവദിക്കുന്നതിനായി പ്രസ്തുത തടവുകാരുടെ പോലീസ് പ്രൊബേഷൻ റിപ്പോർട്ടുകൾ സഹിതം ഫയലുകൾ സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിനാൽ താഴെ സൂചിപ്പിച്ച തടവുകാർക്ക് സ്പെഷ്യൽ റെമിഷൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബന്ധുക്കളടക്കമുള്ള ആളുകളുടെ പ്രതികരണം ഉൾപ്പെടെയുള്ള അന്വേഷണ റിപ്പോർട്ട് ബഹു സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി ഈ ഓഫീസിലേക്ക് വളരെ അടിയന്തരമായി അനുവദിച്ച് തരാൻ താല്പര്യപ്പെടുന്നു. നാമവിവര പത്രികകളുണ്ട്, തടവുകാരുടെ പേരുണ്ട്. ഇതൊരു തുടക്കമാണെന്നേ. ഇത് സംഗതി നടക്കുമെന്നുള്ളതല്ല. ഇങ്ങനെയൊരു കോടതിയെ പോലും മറികടന്ന് ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു നീക്കം നടന്നു എന്നുള്ളതാണ്. അത് കേവലം ഒരു സെൻട്രൽ പ്രിസൺ കറക്ഷണൽ ഹോം കണ്ണൂരിലെ ഒരു സൂപ്രണ്ട് മാത്രം വിചാരിച്ചാൽ നടക്കുമോ ശ്രീജി ലൂക്കോസ്? അങ്ങനെ മനസ്സിലാക്കാനുള്ള വിഡ്ഢികളാണോ നമ്മളൊക്കെ? അത് തന്നെയാണല്ലോ ഞാനും ചോദിക്കുന്നത്, ഞങ്ങളും ചോദിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾ ഈ വായിച്ചിരുന്നത് തന്നെ വളരെ അണ്ടർസ്റ്റുഡ് അല്ലേ? ഞാൻ ചോദിക്കുന്ന വീണ്ടും, നിങ്ങൾ എന്തുകൊണ്ടാണ് രാവിലെ ഈ വാർത്ത ഒരു മാധ്യമം ബ്രേക്ക് ചെയ്തപ്പോൾ ഉടൻ തന്നെ മാധ്യമങ്ങള് പി രാജീവനോട് സമീപിക്കുന്നു? അദ്ദേഹം പറയുന്നു ഈ പറയുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് മുഴുവൻ അദ്ദേഹം പറഞ്ഞു. ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ റിപ്പോർട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുമോ? നിയമത്തിനെ മറികടക്കാൻ പറ്റുമോ? സർക്കാരിന്റെ ഹൈക്കോടതിയുടെ വിധിയെ മറികടക്കാൻ പറ്റുമോ? അത് തന്നെയല്ല ഗവർണറല്ലേ തീരുമാനിക്കേണ്ടെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു. ആരെയും സംരക്ഷിക്കാനായിട്ട് സർക്കാർ ഒരു നിർദ്ദേശം നൽകിയത് കൃത്യമായിട്ട് പറഞ്ഞു. പ്രൊസീജിയർ മുഴുവനും ബഹുമാനപ്പെട്ട നിയമമന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു. നിങ്ങൾ ഒരു മാധ്യമവും ഈ വൈകി വേളയിലല്ലാണ്ട് അദ്ദേഹത്തിന് പറഞ്ഞതിനെ കുറിച്ച് ഒന്നോ രണ്ടോ മാധ്യമങ്ങളോട് ആരും അത് കൊടുത്തില്ല. ജനങ്ങളുടെ മുമ്പിൽ നാടകമായിരുന്നു. ഞാൻ പൂർത്തിരിക്കട്ടെ, എന്നെ ദയവായിട്ട് തടയാതെ. ആ പറഞ്ഞ 2-3 പേരല്ലേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒറ്റ കാര്യം കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ജയിൽ ഉപദേശക സമിതി ഇല്ല, ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജി അതിനകത്ത് മെമ്പർ അല്ല. ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഇതിനു മുമ്പ് കേരളത്തിൽ നടന്നിട്ടില്ലേ? കേരളത്തിൽ ആദ്യമായിട്ടാണോ ഈ റിമിഷൻ കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് ജയിൽ ഉപദേശക സമിതി ലിസ്റ്റ് ഉണ്ടാക്കുന്നത്? ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിക്കാം. ഇത് കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സാധാ സംഭവമാണ്. അത് സൂപ്രണ്ടിന് അവർ കൊടുത്തു. സൂപ്രണ്ടിന്റെ ചുമതല എന്താ? അത് അടിയന്തരമായിട്ട് പോലീസിനെ കൈമാറി ചെയ്ത് സർക്കാരിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളതല്ലാണ്ട് ആ മനുഷ്യന് അത് വേറൊന്നുമില്ല. അതുകൊണ്ട് ആ പി രാജീവ് പറഞ്ഞ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മനസ്സ് വെച്ചാൽ ആർക്കെങ്കിലും റിമിഷൻ കൊടുക്കാൻ പറ്റുമോ? 10 വർഷം തടവ് ശിക്ഷ പൂർത്തിയാക്കിയ ആളുകൾക്കാണല്ലോ ഇത്തരത്തിൽ ചില റെമിഷനിലേക്ക് കാര്യങ്ങൾ പോവുക. അതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? എന്നെക്കാളും താങ്കൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാം. ജയിലിലെ നല്ല നടപ്പുണ്ട്, ഗുരുതര കുറ്റകൃത്യം ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണല്ലോ